പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലവാനം. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി. അങ്ങനെയാണ് പാടുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദവനാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ്. സുവർണ ജൂബിലി ആഘോഷ പരിപാടി പൊന്നാനിയുടെ ജനപ്രതിനിധി അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം വിത്തും കിതാബും പതാക ഉയർത്തലോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കുമുള്ള ചായ റെഡിയായിട്ടുണ്ട്. ചായ കുടിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൃത്യം 8 മണിക്ക് പതാക ഉയർത്തിയതോടുകൂടെ നമ്മുടെ പ്രോഗ്രാമിന് തുടക്കമായിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സുപ്രിയ, ബിന്ദു, രേഖ, ജീജ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയാ ചൊരിയണമേ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി വിത്തും കിതാബും എന്ന പേരിൽ നടത്തുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ MP അബ്ദുൾസമദ് സമദാനി അവർകളാണ്. സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ മുഖ്യ അതിഥിയായി ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് വിനോദ് കോവൂർ ആണ്. വിനോദ് കോവൂർ സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിന് വേണ്ടി ബഷീർ രണ്ടത്താണി സാറിനെയും KT ആസാദ് സാർ, വാർഡ് മെമ്പർ ഫൗസിയ PT, VK ഹരീഷ് AO കുറ്റിപ്പുറം, ഫിറോസ് ബാബു സാർ, PTA പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട്, നമ്മുടെ പ്രിയങ്കരനായ സുഹേൽ സാബിർ സാർ, അതേപോലെ തന്നെ HM പ്രീത കുമാരി ടീച്ചർ, അലുമിനി UAE ചാപ്റ്റർ കമ്മിറ്റിയുടെ ചെയർമാൻ ഉമ്മർ ബായി, സെക്രട്ടറി സാക്കിർ മുന്നേക്കൽ, PTA വൈസ് പ്രസിഡന്റ് ബാപ്പു ബുറാക്ക്, അതേപോലെ തന്നെ നമ്മുടെ GHS UAE അലുമിനി ചാപ്റ്റർ ഒരുപാട് ആളുകളുണ്ട്. ഷിഹാബ് ഒറുവിൽ, അങ്ങനെ നമ്മളോട് സഹകരിക്കുന്ന ഗൾഫിൽ നിന്നുള്ള ഒരുപാട് പ്രതിനിധികൾ, എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന വിസ്മയ ക്ലബ്ബ്, അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ന്യൂ റോയൽസ് ഹാജിപ്പടി, ഇവരെ എല്ലാവരെയും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി യാവുവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ചെയർമാൻ, OSCയുടെ ചെയർമാൻ യാവുവിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാന്യനും
ആദരണീയനുമായിട്ടുള്ള MP അബ്ദുൽ സമദാനി സാഹിബ് അവറുകളെ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ആയിട്ടുള്ള ബഹുമാന്യനായ KT ആസാദ് സാഹിബ്, ഈ വാർഡിന്റെ ജനപ്രതിനിധി ഫൗസിയ, നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട്, നമ്മുടെ HM ശ്രീമതി പ്രീതികുമാരി ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ പതാക ഉയർത്തിയതോടുകൂടെ നമ്മുടെ പരിപാടിക്ക് തുടക്കമായത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ പ്രാർത്ഥന നടത്തി. ഇനി ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാനുള്ളത്. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ നത്താണി അവർക്കും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അരപ്പട്ടിണിയുടെയും മുഴുപ്പട്ടിണിയുടെയും കഥകൾ മാത്രം പറയാനുണ്ടായിരുന്ന ആദവനാടിന്റെ ഈ മൊട്ടക്കുന്നിൽ വിദ്യാഭ്യാസപരമായി വളരെയേറെ പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് കുറ്റിപ്പുറം സബ് ജില്ലയിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ ഈ സ്കൂളിനെ മാറ്റുന്നതിന് ഇതിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ പ്രവർത്തിച്ചവരെ ഈ സമയത്ത് സ്മരിക്കുകയാണ്. നമ്മളെ കൂടെ പഠിച്ചവർ, നമ്മളെ പഠിപ്പിച്ചവർ, ഈ സ്ഥാപനം 3 ഏക്കറയിൽ ഈ സ്ഥാപനം കൊണ്ടുവരാൻ പ്രയത്നിച്ചവർ, അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ പ്രൗഢമായ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ വശ്യവജസ്, രാഷ്ട്രീയം പറയുകയല്ല, ശ്രീ രാധാകൃഷ്ണൻ ഇന്ത്യ എന്നെഴുതിയാൽ രാജ്യത്തിന്റെ പത്മശ്രീ നേടിയിട്ടുള്ള അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോയപ്പോ തന്റെ പേന നൽകിക്കൊണ്ട് ബഹുമാന്യനായ സമദാനി സാഹിബിനെ ആദരിക്കുകയുണ്ടായി. ഞാനൊരു ആദരമായിട്ടാണ് കാണുന്നത്. അത്രമേൽ നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ ഓരോ മതിലുകൾ ഉയർന്നു പൊങ്ങുമ്പോൾ ഇന്നും അദ്ദേഹം പോകുന്നത് ഞാൻ മനസ്സിലാക്കിയതോളം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയിലേക്കാണ്. ഇങ്ങനെ തൊപ്പിയും താടിയും, ഞാൻ അങ്ങനെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന ആ സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലേക്കും കയറി ചെല്ലാൻ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സകല സമുദായങ്ങളെയും ഒന്നിച്ച് ചേർത്തി ഇരുത്തി കടന്നു ചെല്ലാൻ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സമദാനി, ബഹുമാന്യനായ സമദാനി, മലയാളത്തിന്റെ വശ്യവജസ്സായ സമദാനി നമ്മൾ വിളിച്ചപ്പോ ഒരു ഫോൺ കോൾ കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ഈ കവാടം കടന്നു വന്ന പ്രിയപ്പെട്ട സമദാനി അങ്ങയെ മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വിത്തും കിതാബും എന്ന പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹാദരങ്ങളോടെ വളരെയേറെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായ കലാലയമായിട്ടുള്ള ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിത്തും കിതാബും സമ്പൂർണ്ണ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കുന്ന ഈ സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ചെയർമാൻ കൂടിയായ, തൻ്റെ ശബ്ദം കൊണ്ട്, തൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് നമ്മുടെ സാമൂഹികമായ നിരവധി സംരംഭങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട യാഹു കോലിശ്ശേരി, നമ്മുടെ
പ്രഗത്ഭനായ ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ വികസനത്തിലും പുരോഗതിയിലും അനൽപമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാധനനും ഗ്രന്ഥകർത്താവുമായ പൊതുപ്രവർത്തകൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഷീർ രണ്ടത്താണി നമുക്ക് സ്വാഗതം ആശംസിച്ച ബഹുമാന്യയായ കൺവീനർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കൺവീനർ ബഹുമാന്യ സഹോദരി ടി രേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നണിയിലുള്ള നിങ്ങളുടെ പ്രദേശത്തുകാരൻ തന്നെയായ, നമുക്ക് മറക്കാൻ കഴിയാത്ത, എനിക്ക് വളരെ അടുത്ത സൗഹൃദവും ഉണ്ടായിരുന്ന കുഞ്ഞുട്ടിയാജി സാഹിബിൻ്റെ മകൻ കൂടിയായ പ്രിയപ്പെട്ട സഹോദരൻ KT ആസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബഹുമാന്യ സഹോദരി ഫൗസിയ PT, കുറ്റിപ്പുറം ഉപജില്ലയുടെ ബഹുമാനപ്പെട്ട AEO VK ഹരീഷ്, ഗായകൻ, പ്രശസ്തനായ ഗായകൻ പ്രിയപ്പെട്ട ഫിറോസ് ബാബു, PTA പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട്, ബഹുമാന്യനായ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, സാമൂഹിക പ്രവർത്തനങ്ങളിലും നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാബിർ സാഹിബ് രണ്ടത്താണി, സുഹൈൽ സാബിർ സാഹിബ്, ബഹുമാന്യയായ ഹെഡ് മിസ്ട്രസ് P പ്രീതകുമാരി ടീച്ചർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹിക സേവന സംരംഭങ്ങളിൽ വളരെയേറെ അവശരായ ആളുകളെ തുണക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അലംനൈ UAE ചാപ്റ്ററിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഉമർ ഭായ്, അലംനൈ UAE ചാപ്റ്ററിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സാക്കിർ മുഞ്ഞക്കൽ, PTA വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാപ്പു ബുറാഖ്, സ്കൂൾ ലീഡർ സന KM, സ്കൂൾ ലീഡർ ഹൈസ്കൂൾ വിഭാഗം ഫാത്തിമ അർഷ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ട്രഷറർ അസ്കർ, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ പൂർവ്വ വിദ്യാർത്ഥിനികളായ സുപ്രിയ, ബിന്ദു, രേഖ, ജീജ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ ആദരം, എൻ്റെ നമസ്തേ, എൻ്റെ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്നേഹാശംസകൾ. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. ആദവനാട് ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ മതി, ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ അറിയപ്പെടുന്ന സ്കൂളാണ്. വളരെയേറെ സ്കൂൾ അടുത്ത കാലത്ത് വളർന്നിരിക്കുന്നു. വികസന രംഗത്തും മുന്നോട്ട് പോയിട്ടുണ്ട്. അക്കാദമിക രംഗത്തും പഠനരംഗത്ത് മികവാർന്ന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് സ്കൂൾ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസിൻ്റെയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലുടെയും നേതൃത്വത്തിൽ അധ്യാപകരുടെ, വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ കഠിനാധ്വാന ഫലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ രണ്ടത്താണി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇടപെടൽ കാരണം 80 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി, അതൊരു MP ആയി എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. കാരണം 49 പഞ്ചായത്തിലേക്ക് 3.5 കോടിയാണ് ഒരു MP-ക്ക് കിട്ടുക. 5 കോടി ഉണ്ട്, പക്ഷെ ഇന്ന് പട്ടികജാതിയുടേത് കഴിച്ചാൽ 3.5 കിട്ടുക. ആർക്കും അറിഞ്ഞുകൊണ്ടത്. എല്ലാവരും വിചാരം MP സ്കീം എന്തോ ഒരുപാടുണ്ടെന്നാണ്.
49 പഞ്ചായത്തിലേക്ക് 5 കോടി, അതിന് ഒന്നിച്ചെല്ലാം കോടി പട്ടികജാതി ഫണ്ടാക്കിയിട്ട് നീക്കി വെക്കണം. ഈ 3.5 കോടി കൊണ്ട് വേണം 49 പഞ്ചായത്തിലെ ഓഹരി വെക്കാൻ. ഒരു പഞ്ചായത്തിലേക്ക് 2 ലക്ഷം മറ്റോ കിട്ടിയെങ്കിലായി. അതാണ് കേന്ദ്രത്തിന്റെ ഒക്കെ ഇപ്പോഴത്തെ സ്ഥിതി. അത് തന്നെ നിർത്തിവെച്ചിരുന്നു ഈ കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ മലപ്പുറത്ത് MP ആയിരുന്നപ്പോൾ 2 കൊല്ലം MP ഫണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഇത് എടുത്തു പറയാണ്, 80 ലക്ഷത്തിന്റെ ഒരു പദ്ധതി സ്കൂളിന് അനുവദിച്ചു എന്ന കാര്യത്തിൽ ബഷീറിനെ പ്രത്യേകം, അത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടായതുകൊണ്ട് കണ്ട് കിട്ടിയതല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വ്യക്തിപരമായ ഇടപെടലിന്റെ ഫലമായിട്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ അത്ര വലിയ ഫണ്ടൊന്നും അനുവദിക്കാൻ ജില്ലാ പഞ്ചായത്തിന് ഒറ്റ പഞ്ചായത്തിലേക്ക്, ഒറ്റ സ്കൂളിലേക്ക് സാധിക്കില്ല. അതിന്റെ സാങ്കേതികത്വങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട സംഗമത്തിൽ പ്രിയപ്പെട്ട ബഷീർ അണ്ടത്താണി അതിന്റെ പേരിൽ അഭിനന്ദിക്കാനും കൂടി അവസരം ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ കടമയാണത്. ഏകദേശം 1 കോടിയോളം വരുന്ന ഒരു വലിയ നിർമ്മാണ പദ്ധതി, അതും ബഹുമാനപ്പെട്ട ഹംസ മാസ്റ്ററുടെ സ്മരണയിൽ. അദ്ദേഹമായിരുന്നു പ്രിയപ്പെട്ട ബഷീർ അണ്ടത്താണിയുടെ മുൻഗാമിയായി. മർഹൂം സർവശക്തന്റെ കാരുണ്യത്തിൽ അദ്ദേഹത്തിന് മഗ്ഫിറത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദവനാട് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ വിത്തും കിതാബും, ഇത് രണ്ടുമായ ജീവിതമായി. വിത്ത് കൃഷി, കിതാബ് പുസ്തകം, വായന, അറിവ്. കിതാബ് എന്ന് കേട്ടിട്ട് ഈ വിഷമമൊന്നും ഇവിടൊന്നും ഉണ്ടാവില്ല. എന്നാലും അത് ഹിന്ദിയിലും അങ്ങനെ തന്നെ പറയാം. നന്നായി, വളരെ നന്നായി. ബിജുമാഷയെ പ്രത്യേകം അഭിനന്ദിക്കണം. നന്നായി. കിതാബ് എന്ന് ഇന്ത്യയുടെ ദേശീയ ഭാഷയിൽ കിതാബ് എന്നാ പറയാ. ഇന്ത്യയുടെ ദേശീയ ഭാഷയായ ഹിന്ദിയിൽ പുസ്തകത്തിന് കിതാബ് എന്നാണ് പറയാ. കിതാബോ മേ ഫൂല് രഖ്ന, പുസ്തകത്തില് പുഷ്പം വെക്കുക. കിതാബോ മേ ഫൂല് രഖ്ന, ഹിന്ദി ഗാനമാണ്, ഗസലാണ്. ഞാൻ ഓർക്കാൻ കാരണം ഇത് ഹിന്ദിയിലും ഇങ്ങനെ തന്നെയാണ് പറയാന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കഭീ ദർദോം പേ നാം ലിഖ്ന, നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ചിലപ്പോൾ നമ്മൾ പുസ്തകത്തിൽ പൂ വെക്കും. കിതാബോ മേ ഫൂല് രഖ്ന കഭീ ദർദോം പേ നാം ലിഖ്ന. ചിലപ്പോൾ നമ്മൾ മരത്തുമ്പോൾ നമ്മളെ പേരെഴുതി വെക്കും. കുട്ടിക്കാലത്തെ ഓർമ്മയെ പറ്റി ഒരു കവി എഴുതിയതാണ്. അത് ഓർക്കാൻ തന്നെയാണ് ഇപ്പൊ നിങ്ങള് ഇവിടെ കൂടുന്നതും. പഴയ സ്മരണകൾ അയവിറക്കാനാണ്. പൂർവ്വ വിദ്യാർത്ഥി മാത്രല്ല, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നന്നായി. ആ സമയത്തുള്ള അധ്യാപകരൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഒരു പരിപാടിയാക്കി നടത്തിയത് നന്നായി. അവരും കൂടി ആകുമ്പോഴേ പൂർത്തിയാവുള്ളൂ. നമ്മുടെ ഗുരുജനങ്ങൾ, അധ്യാപകരുണ്ടാവണം. പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. ചില കാര്യങ്ങളിലൊക്കെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഒന്നും മറക്കരുത്. ഇന്നിപ്പോ ഒക്കെ മറക്കണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പഴയ കാലത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം. മനസ്സുകൊണ്ട് പോകണം. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് മാതാപിതാക്കൾ, ഉമ്മ വാപ്പ, അച്ഛനമ്മമാര്, ബന്ധുക്കള്, പഴയ കാലം, പഴയ കഞ്ഞി, പഴയ കുടില്, പഴയ പാട്ടില്ലേ അതിൽ പറയുന്ന മാതിരി നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. ഇന്നിപ്പോ 4 കാലോലപ്പുര. അതേ പറഞ്ഞ പഴയതിലേക്ക് പോണം. ഇടക്കൊക്കെ ഓർമ്മൊക്കെ വേണം. വെറും പുത്തൻ ജീവിതം, പുത്തൻ പരിഷ്കാരം, മൊബൈല്, എപ്പോ നോക്കിയാലും മൊബൈല്. മിഞ്ഞാന്ന് ഞാനൊരു കല്യാണത്തിന്റെ ഒരു സ്ഥലത്ത് പോയി. എന്നെ കൂട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരൻ
വീട്ടിലവിടെ കൊലായി ആക്കിയിട്ട് നേരെ പോയിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കണം, എന്നോട് കൊണ്ടേ ഇരുത്തിയിട്ട് നോക്കന്നെ കുറെ നേരം. ഒന്നൊരു ഒഴിവും കിട്ടിയില്ല ആ കൊലായിലൊന്ന് കയറാൻ. ഞാൻ പറഞ്ഞു ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വന്നിരിക്ക്, ഞങ്ങളൊപ്പം കുറച്ച് നേരം ഇവിടെ ഇരിക്ക്, ഈ കൂട്ടത്തിലിരിക്ക്. ആ കൂട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. എന്നിട്ട് മൊബൈൽ, എപ്പോഴും മൊബൈല്. ആ കുട്ടി ഇതന്നെ കണ്ണ് ഇതിലേക്ക് ഇട്ടിട്ട് മൊബൈലും മയക്കുമരുന്നും. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണെങ്കിലും വേണ്ടിയില്ല, അപ്പുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണെങ്കിലും വേണ്ടിയില്ല, രണ്ട് സാധനത്തിനെതിരെ പ്രസംഗിക്കാതെ ഇവിടുന്ന് പടി ഇറങ്ങരുത് ഒരൊറ്റ സ്കൂളൊന്നും. മൊബൈലും മയക്കുമരുന്നും. അതിനെതിരെ എല്ലായിടത്തും പറയണം. അപ്പൊ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, പഴയത് ഓർക്കണം. നാലുകാല ഓലപ്പുരപ്പ് ഉണ്ടാവണമെന്നില്ല, ഓർമ്മ ഉണ്ടായിരിക്കണം. നാലുകാല ഓലപ്പുര ഉണ്ടായിരുന്ന നാടാണിത്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാലല്ലേ പഴയ കാലം. അങ്ങനെയാണ്. അതേമാതിരി ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലവാനം. കോന്തലേക്കൽ, കോന്തല. കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ ചോദിക്കും എന്താ ഈ കോന്തല. ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ചോദിക്കുക കോന്തല എന്താ. ഞാൻ എത്രയോ കാലമായിട്ട് പ്രസംഗിക്കലുണ്ട്. കുട്ടികൾക്ക് അമ്മയുടെ ഉമ്മയുടെ കോന്തല പിടിച്ച് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാ ഞാൻ പറയാം. കോന്തല പിടിച്ച് കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം കുട്ടികൾക്ക്. ഒരു ആ പാട്ടിലേക്ക് പിന്നെ പോയാൽ കാലമാമീലഞ്ഞെത്ര പൂക്കളെ പൊഴിച്ചു. കാലം ഒരുപാട് കടന്നുപോയി എന്ന് പറയാൻ എന്റെ സുഹൃത്ത് പി ടി അബ്ദുറഹ്മാൻ എഴുതിയതാണ്. എന്റെ സുഹൃത്താ പാടിയതും പി ടി മുരളി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട മൂന്നാളാണ് ഇതിന്റെ പിറകില്. ഒന്ന് രാഘവൻ മാഷ്, അതിന് മ്യൂസിക് കൊടുത്തത് രാഘവൻ മാഷ്. വളരെ പ്രിയപ്പെട്ട ആളായത് രാഘവൻ മാഷെ അന്ത്യകർമ്മങ്ങൾക്ക് വരെ ഞാൻ പോയിട്ടുണ്ട്. മലയാളത്തിന്റെ ചലച്ചിത്ര സംഗീതത്തിന് മറക്കാൻ കഴിയാത്ത രാഘവൻ. കായലരികത്ത് വലയ, അത് പാടിയ രാഘവൻ മാഷ്. അതിന് സംഗീതം കൊടുത്തോണ്ടിരുന്നപ്പോ എല്ലാരും കൂടി നിർബന്ധിച്ച്, അദ്ദേഹം പാട്ട് പാടുന്ന ആളല്ല, യേശുദാസ് ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കൊണ്ട് ആളുകൾ ഇത് പാടിപ്പിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? അതൊരു നാടൻ കാക്ക ഇരുന്ന് പാടുന്ന പാട്ടാണ്. അപ്പൊ യേശുദാസിന്റെ ശബ്ദമല്ല, രാഘവമാശ ശബ്ദമാണ് ആ കാക്കയുടെ ശബ്ദത്തിന് യോജിക്കുക എന്ന് എല്ലാരും കൂടി തീരുമാനിച്ചു പറഞ്ഞു. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി, അങ്ങനെയാണ് പാടുന്നത് രാഘവമാശ്. അങ്ങനെ ഒരു സ്പീഡിലാണ് പോണത്. അത് യേശുദാസ് പാടണ്ട, രാഘവമാശ് പാടിയാൽ മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിലുണ്ട് ഒരുപാട് കാര്യം. യേശുദാസ് എത്ര വലിയ ഗായകനാണ്. ഓരോന്നിനും ഒരു ചേർച്ചുണ്ട്. ആ പഴമേണത്. ഒരു പഴയ കാക്ക പാടുന്ന പാട്ടിന് യേശുദാസിന്റെ ശബ്ദമല്ല രാഘവമാശ ശബ്ദമാണ് യോജിക്കുക എന്നെല്ലാരും കൂടി തീരുമാനിക്കും. ആ പാട്ടിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഓരോരോ ചേർച്ചയാണ്. അപ്പൊ പഴയതൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ആള് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാതെ പോയി എന്ന് നാളെ യാവു പറയാതിരിക്കാൻ ഞാൻ കുറെ പ്രസംഗിച്ചിരിക്കുന്നു. ഇനി നീട്ടി പ്രസംഗിച്ചു എന്ന് മറ്റുള്ള ആരെങ്കിലും പറയാതിരിക്കാൻ ബഷീർ ഇപ്പോൾ പറയും. കാരണം ബഷീറിന് വേറെ പരിപാടിക്ക് പോകണ്ട എൻ്റെ മാതിരി പെരശന്നൂർ സ്കൂൾ. അങ്ങനെ ബഷീർ പറയാതിരിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പം. ഞാൻ എപ്പോഴും ഇന്ന് ഓർമ്മകളെ പറ്റിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അത് ഓർമ്മയുടെ പരിപാടിയാണ്. ഓർമ്മ, പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം, മാസ്റ്റർമാർ വരുന്നത്, കണക്ക് പഠിപ്പിച്ചിരുന്ന മാഷെ കാണുമ്പോൾ കാല് വരച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഇങ്ങനെ പറക്കും കണക്കിനെ പഠിച്ചിട്ട്. ഈ മാറാക്കര ഹൈസ്കൂളിലെ അതേമാതിരി മാറാക്കര BBM ഹൈസ്കൂളിലാണ് നിങ്ങളടുത്ത് തന്നെ ഞാൻ പഠിച്ചത്. കൂടുതൽ നീട്ടിപ്പറയില്ല. ഏതായാലും ഒരു കവിത കൊണ്ടാകട്ടെ ഞാനിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് ഓർമ്മയെ പറ്റിയാണ്. പൂമരം പൂത്ത വഴിയിലൂടെ മാമരച്ചാർത്തിനിടയിലൂടെ
പൂമരം പൂത്ത വഴിയിലൂടെ മാമരച്ചാർത്തിനിടയിലൂടെ ഓർമ്മതനോടെ കുഴലൂതി വന്ന് ഓണനിലാവ് ചിരിച്ചു വന്നു. ഓർമ്മതനോടെ കുഴലൂതി വന്ന് ഓണനിലാവ് ചിരിച്ചു വന്നു. ഓണത്തിന്റെ നിലാവ് എന്നും ചിരിച്ചുകൊണ്ടിരിക്കട്ടെ, ഓണം പോയാലും ഓണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, പ്രഗത്ഭരുടെ ഒരു നാടാണ് എൻ്റെ സ്നേഹിതൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ രമേശ് അടക്കം സദസ്സിലുള്ള എല്ലാവരെയും, മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് വൈകുന്നേരം പിരിയുന്നതിന് മുമ്പുള്ള കൂടിയിരുത്തത്തിൽ നാട് നേരിടുന്ന പുതിയ പ്രവണതകളും പഴയ നന്മകൾ തിരിച്ചു പിടിക്കാനുള്ള പ്രതിജ്ഞകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ അധ്യാപകരുടെ, ഗുരുജനങ്ങളുടെ, ഹെഡ്മിസ്ട്രസിൻ്റെ, പ്രിൻസിപ്പളുടെ, യാഹു കോലിശ്ശേരി ചെയർമാൻ്റെ, അങ്ങനെ എൻ്റെ യാഹുവിൻ്റെ ഉൽപ്പം ഞാനിപ്പോൾ കേൾക്കുക അതാ കോലിശ്ശേരി. ഓ അങ്ങനെ പ്രാദേശിക ചരിത്രത്തിൽ ബഷീർ മനസ്സിലാക്കി അതുകൊണ്ടില്ലേ സ്വാതന്ത്ര്യ സമയം ആർക്കാ നമുക്കറിയില്ല നമ്മുടെ ചരിത്രം. നമ്മുടെയൊക്കെ സിരകളിൽ ഓടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടിച്ച രക്തമാണ്. അപ്പോ യാഹു, രേഖ കൺവീനർ, അസ്കർ കൊളത്തോൾ, ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് സർവശക്തന്റെ കാരുണ്യത്തിന്റെ തിരുനാമത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിങ്ങൾ ദൈവത്തിന്റെ കരുണയുടെ പേരിൽ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാനൊന്ന് ഇറങ്ങും, നിങ്ങളെ സമ്മതത്തോടു കൂടി ദൂരേക്ക് പോകാനുള്ളതുകൊണ്ട്.